മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ക്രൂരനും രക്തദാഹിയുമാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കരുവന്നൂർ കേസിലെ ഒന്നാം പ്രതി CPM ആണ്. KS ചിത്ര അവരുടെ അഭിപ്രായമാണ് പറഞ്ഞതെന്നും അതവർ പറയട്ടെ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പരാമർശമാണ് വി.ഡി. സതീശൻ നടത്തിയത്. യുവജനങ്ങളുടെ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ക്രൂരനും രക്തദാഹിയുമാണ്. അതിശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും കരുവന്നൂരിൽ ഒന്നാം പ്രതി CPM ആണെന്നും മന്ത്രി രാജീവാണ് അഴിമതിക്ക് നേതൃത്വം നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ആ അഴിമതിയിൽ ഒന്നാം പ്രതി CPM ആണ്. ഒന്നാം പ്രതി CPM നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത്. അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സൈബർ ആക്രമണം തുടരുന്ന KS ചിത്രയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചിത്രയ്ക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, അതവർ പറയട്ടെ. സൈബർ ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇത് കേരളത്തിൽ ഇത് തന്നെയല്ലേ, സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർ എതിരായിട്ടൊക്കെ സൈബർ ആക്രമണം. സൈബർ ഗുണ്ടകളല്ലേ, സൈബർ ഗുണ്ടകളാണ് സൈബർ ഇടങ്ങളിൽ. ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്കെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും കേസില്ല, അന്വേഷണം ഇല്ല. അപ്പൊ IT ആക്ട് പോരാ, IT ആക്ടിന് ബലം പോരാ എന്നൊക്കെ പറഞ്ഞുള്ള മറുപടിയാണ് കിട്ടുന്നത്. സ്ത്രീകൾ, വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബർ ഇടങ്ങളിൽ നേരിടുന്നത്. ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. കണ്ണൂരിൽ കോൺഗ്രസ് നേതാക്കളുമായുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ജനം, കണ്ണൂർ.